Very good morning to all. So, ഇന്നത്തെ സെഷനിൽ നമ്മൾ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന പോർഷന്റെ റിമൈനിങ് പാർട്ടാണ് നോക്കാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ സ്ട്രക്ചർ എങ്ങനെ ബേസിക്കലി ഒരു സ്ട്രക്ചർ എന്താണ്, സ്ട്രക്ചർ ഈസ് എ കളക്ഷൻ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡേറ്റ. ഒരു സ്ട്രക്ചർ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം, എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഒരു സ്ട്രക്ചറിലേക്ക് എങ്ങനെ ഡേറ്റാസ് നമുക്ക് ഫീഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചറിന്റെ മെമ്പർ വേരിയബിൾസിനെ എങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ളതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി. അതുപോലെ തന്നെ കോപ്പിയിങ് ആൻഡ് കമ്പാരിസൺ ഓഫ് സ്ട്രക്ചർ വേരിയബിൾസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് വാലിഡ് ഓപ്പറേഷൻസ് എന്നുള്ളതിനെ കുറിച്ചും ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ സെഷൻ. ഇന്നത്തെ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഐ വാണ്ട് ടു കൺവേ സംതിങ് ടു യു. അതായത് ഒരു 16-ബിറ്റ് കമ്പൈലറിലും 32-ബിറ്റ് കമ്പൈലറിലും മെമ്മറി അലൊക്കേഷൻ ഫോർ ഈച്ച് ഡേറ്റ ടൈപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ആദ്യം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്, ഇഫ് എ വേരിയബിൾ ഈസ് ഡിക്ലെയർഡ് ആസ് ഇന്റിജർ 2 bytes will be reserved. If it is float 4 bytes, character 1 byte and double 4 bytes. These will be reserved എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഇന്റിന് 2 byte, ഫ്ലോട്ടിന് 4, ക്യാറിന് 1 ആൻഡ് ഡബിളിന് 4 എന്ന് പറയുന്നത് ഈസ് വാലിഡ് ഇൻ ദ കേസ് ഓഫ് എ 16-ബിറ്റ് കമ്പൈലർ. ഇനിഷ്യൽ കേസസിൽ നമ്മൾ ഇനിഷ്യലി നമ്മുടെ C ആൻഡ് CPP കമ്പൈലേഴ്സ് വെയർ ഓഫ് 16-ബിറ്റ്. പക്ഷെ നമുക്ക് ഇപ്പോൾ നൗഡേയ്സ് നമുക്ക് കിട്ടുന്ന മിക്കവാറുമുള്ള CPP IDEസിനകത്തുള്ള ബിൽറ്റ് ഇൻ കമ്പൈലേഴ്സ് എല്ലാം 32-bit കമ്പൈലേഴ്സ് ആണ്. സോ 32-bit കമ്പൈലേഴ്സിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, in a 32-bit compiler the data type int will have 4 bytes reserved, float 4 bytes, character 1 byte and double 8 bytes. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇന്റും ഡബിളും മാത്രം ഒരു വേരിയബിളിനെ ഇൻഡോ ഡബിളോ ആയിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ 16-bit കമ്പൈലറിൽ നമ്മൾ കമ്പൈലർ അസൈൻ ചെയ്യുന്ന സ്പേസിനെ കാട്ടിയും ഡബിൾ സ്പേസ് 32-bit കമ്പൈലേഴ്സ് പ്രൊവിഷൻ ചെയ്യും. അതാണ് വ്യത്യാസം ബിറ്റ്വീൻ മെമ്മറി അലൊക്കേഷൻ ബിറ്റ്വീൻ 16-bit ആൻഡ് 32-bit കമ്പൈലേഴ്സ്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധയിൽ വെക്കുക. കാരണം ഞാൻ ഇപ്പോ ഇനി കാണിക്കാൻ പോകുന്ന, നേരത്തെ കാണിച്ചിരുന്നതും അതുപോലത്തെ തന്നെയാണ്. ഇനി കാണിക്കാൻ പോകുന്ന പ്രോഗ്രാംസ് എല്ലാം റൺ ചെയ്തേക്കുന്നത് എൻ്റെ കയ്യിലുള്ള സിസ്റ്റത്തിലുള്ള ഒരു 32-bit കമ്പൈലർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു IDE ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റിലാണ്. സോ ചില കേസസിൽ നിങ്ങൾക്ക് ഇന്റിജർ വരുമ്പോൾ 4 bytes അലൊക്കേറ്റ് ചെയ്തതായി കാണാൻ സാധിക്കും. അപ്പോൾ അത് ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന്റെ ഡിഫറൻസ് ഇപ്പോൾ പറഞ്ഞത്. ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എ 16-bit ആൻഡ് 32-bit കമ്പൈലർ. See, first let's look at a program to find the address and size allocated for structure members. Program ഇതാണ്. ഞാൻ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നു with members as roll number, class, division, percentage, and S1 is my structure variable. S1 യൂസ് ചെയ്ത് മാത്രമേ ഈ 4 മെമ്പർ വേരിയബിൾസിനെ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഞാനിവിടെ വേറൊന്നുമല്ല ചെയ്യുന്നത്, I am printing the start address of S1 dot roll number, S1 dot class, S1 dot division, S1 dot percentage. Also, I am printing the size allocated for each member function. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ പ്രോഗ്രാം ആണ്. Let's see the output. See, the starting address of S1 dot roll number is 642208. Size allocated is 4 bytes. Starting address for S1 dot class is 22212. Size allocation is again 4 bytes, integer ആണ്. Starting address for S1 dot div എന്ന് പറയുന്ന വേരിയബിൾ is a character type, single character. So 1 byte will be allocated and percentage is of type float, 4 bytes will be allocated, and these are the starting addresses of each member variable accessed through S1. നമുക്കിതിനെ ഒരു മെമ്മറി മാപ്പ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ this is the memory map. So memory location and allocated for which variable. 2208 to 22211, അതായത് 4 bytes അത്രയും അലോക്കേറ്റ് ചെയ്തേക്കുന്നത് ഈസ് ഫോർ റോൾ നമ്പർ 08091011. These are for roll number. Now
12 to 15 is for S1 dot class. 12 to 15 is for class, S1 dot class. Now 16 to 16 will be allocated for S1 dot div. 16 is allocated for div. Okay. Now 20 plus 4 bytes, 20, 21, 22, 23. These 4 bytes are percentage allocated. So 20, 21, 22, 23. So here memory map we can see an anomaly. 17, 18, 19. See, 3 byte locations, that is 3 address locations, 3 single bytes store locations unallocated ആയിട്ട് കിടക്കും. സാധാരണ രീതിയിൽ ഒരു സ്ട്രക്ചറിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അറേയിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് പോലെ തന്നെയാണ് കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും മെമ്പർ വേരിയബിൾസ് സ്റ്റോർ ആവുന്നത്. മെമ്പർ വേരിയബിൾസിന്റെ ഏത് ഓർഡറിലാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ രീതിയിലായിരിക്കും മെമ്പർ വേരിയബിൾസ് സ്റ്റോർ ആവുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 3 മെമ്മറി ലൊക്കേഷൻസ് അൺഅലൊക്കേറ്റഡ് ആയിട്ട് കിടക്കുന്നു. എന്തുകൊണ്ടാണ് എന്നുള്ളതിന്റെ വിശദീകരണം അടുത്ത സ്ലൈഡിലുണ്ട്. There is something called as word boundary and slack byte. Word boundary and slack byte. ആദ്യം ഇത് എന്താണെന്നുള്ളതിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. Word boundary is the size of the word that a CPU can process. That means it can read or write at a time. അതായത് word boundary എന്ന് പറയുന്നത് total size of words or total bytes that ഒരു പർട്ടിക്കുലർ സിപിയുവിന് അറ്റ് എ ടൈം പ്രോസസ് ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ നമ്പർ ഓഫ് ബൈറ്റ്സ് ആണ് വേർഡ് ബൗണ്ടറി എന്ന് പറയുന്നത്. ടിപ്പിക്കലി 4, 8, 16, 32 ഇങ്ങനെയായിരിക്കും നമ്മുടെ വേർഡ് ബൗണ്ടറീസ് പോകുന്നത്. അതുപോലെ സൈസ് ഓഫ് ദി വേർഡ് ബൗണ്ടറി ഈസ് മെഷീൻ ഡിപ്പെൻഡന്റ്. ഓക്കെ, ഇനി സ്ലാക്ക് ബൈറ്റ്സ്. സ്ലാക്ക് ബൈറ്റ് എന്ന് പറയുന്ന സാധനം ബൈറ്റ്സ് എന്ന് പറയുന്നത് ഈസ് യൂസ്ഡ് ഫോർ സ്പീഡ് ഒപ്റ്റിമൈസേഷൻ. What it does is it aligns the bytes so that they can be read or written from structure faster. അതായത് സ്ലാക്ക് ബൈറ്റ്സ് സ്പീഡ് ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സ്ലാക്ക് ബൈറ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, I will explain it with this memory allocation table. ഇവിടെ വേർഡ് ബൗണ്ടറി ഞാൻ പറഞ്ഞു, വേർഡ് ബൗണ്ടറി ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന IDEക്ക് അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന CPUവിന് വേർഡ് ബൗണ്ടറി is 4 bytes. So roll number already has 4 bytes, no problem. Class 4 bytes, no problem. Then div 1 byte ആണ്. Percentage 4 bytes. So ഇവിടെ odd one ആയിട്ട് നിൽക്കുന്നത് is our character div. So what the compiler will do is, after allocating space for roll number and class, 1 byte space will be allocated for div. അത് കഴിഞ്ഞിട്ടുള്ള 3 സ്പേസ് ബ്ലാങ്ക് ആയിട്ട് സൂക്ഷിക്കും. ഓക്കെ, ആൻഡ് പെർസെന്റേജ് വിൽ ബി അലോക്കേറ്റഡ് ദി നെക്സ്റ്റ് 4 bytes. ഇങ്ങനെ ചെയ്യുന്നുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, CPU അതായത് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് നമ്മുടെ മെമ്മറി ആക്സസ് ചെയ്യുമ്പോൾ റോൾ നമ്പറിനെ ഒറ്റ വേർഡ് ബൗണ്ടറിക്കകത്ത് കിട്ടും, ക്ലാസ്സിന് ഒരൊറ്റ വേർഡ് ബൗണ്ടറിക്കകത്ത് കിട്ടും, ഡിഐവിയെ ഒരൊറ്റ വേർഡ് ബൗണ്ടറിക്കകത്ത് കിട്ടും വിത്ത് സം സ്ലാക്ക് ബൈറ്റ്സ്, പെർസെന്റേജിന് ഒരൊറ്റ വേർഡ് ബൗണ്ടറിക്കകത്ത് കിട്ടും. സോ ഇതിനെ കൃത്യമായിട്ട് 4 വേർഡ് ബൗണ്ടറീസ് ആയിട്ട് തിരിക്കാൻ പറ്റും എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. സോ ഇങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പെർസെന്റേജ് ഡിഐവിക്ക് ശേഷം ഉടനെ ചെയ്തു കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് വെച്ചാൽ 17, 18, 19, 20 will be allocated for percentage. അങ്ങനെ വരുമ്പോഴേക്കും the access speed will be affected. So അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വേർഡ് ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ മെമ്മറി അലൊക്കേഷൻ വരുന്നത്. അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും അൺഅലൊക്കേറ്റഡ് മെമ്മറി വന്നു കഴിഞ്ഞാൽ those memory locations we call it as slack bytes. So that is the what is meant by word boundary and slack byte. Slack byte is an extra byte sometimes placed between structure members to align the structure so that word boundaries may be defined. So moving on, next topic under discussion is array of structures.
നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള സ്ട്രക്ചർ വേരിയബിൾ ഡെഫിനിഷൻസിലെല്ലാം ഒന്നോ രണ്ടോ മൂന്നോ സ്ട്രക്ചർ വേരിയബിൾസിനെ നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ വാട്ട് ഇഫ് യു വാണ്ട് ടു ഡിഫൈൻ എ ലാർജ് നമ്പർ ഓഫ് സ്ട്രക്ചർ വേരിയബിൾസ്? അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഓരോന്നിനും ഇൻഡിപെൻഡന്റ് ആയിട്ട് നെയിം ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ട് ആയിരിക്കും. സേ ഫോർ എക്സാമ്പിൾ, ഈ ഒരു സ്ട്രക്ചറിന്റെ കേസ് നോക്കുക. ഇപ്പോൾ സ്ട്രക്ചർ സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൽ S1 എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 5 സ്റ്റുഡൻസിന്റെ ഡേറ്റ എൻ്റർ ചെയ്യണമെങ്കിൽ S1, S2, S3, S4, S5. അത് 10ഓ 50ഓ ആവണമെങ്കിൽ S1, S2, S3, S4 എക്സെട്ര എക്സെട്ര അപ് ടു S50 വരെ എൻ്റർ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെരി tedious ടാസ്ക്. മാത്രമല്ല അതിനെ ഓരോന്നായിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് മെൻഷൻ ചെയ്ത് മെമ്പർ ഫംഗ്ഷൻസിനെ കോൾ ചെയ്യുക എന്ന് പറയുന്നത് ഈസ് അനദർ tedious task. So അതുകൊണ്ട് തന്നെ if you want to define large number of structure variables, then array of structures can be used. Each element in such an array represent a structure variable. അതായത് വേറൊന്നുമില്ല, നമ്മൾ അറേസ് സാധാരണ രീതിയിൽ പഠിച്ചിട്ടുണ്ട്. Array is a collection of same type of data type. Structure is a collection of different type of data types. And array of structures എന്ന് വെച്ചാൽ അങ്ങനെയുള്ള പല കൺസിക്യൂട്ടീവ് സ്ട്രക്ചേഴ്സിന്റെ array ആണ് array of structures. Example is struct student S of 100. So this line when executed will define 100 structure variables starting from 0 to 99. Index location പഴയതുപോലെ തന്നെയാണ്, 0 മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിഷ്യലൈസേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. struct marks, ഞാനിവിടെ ഒരു വേറൊരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുകയാണ്, മാർക്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ വിത്ത് മെമ്പർ ഫംഗ്ഷൻസ് സബ്ജക്ട് 1, സബ്ജക്ട് 2 ആൻഡ് സബ്ജക്ട് 3. രണ്ട് രീതിയിൽ നമുക്ക് ഇനിഷ്യലൈസേഷൻ ചെയ്യാം. ഒന്ന് ഗ്രൂപ്പ് ഇനിഷ്യലൈസേഷൻ, ദാറ്റ് ഈസ് struct മാർക്സ് സ്റ്റുഡന്റ് ബ്രാക്കറ്റിൽ 3. അതായത് സ്റ്റുഡന്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ സ്ട്രക്ചർ വേരിയബിൾ. അതിനെ ഞാനൊരു അറേ ഓഫ് സ്ട്രക്ചേഴ്സ് ആയിട്ട് ഡിഫൈൻ ചെയ്തേക്കുകയാണ്. ആൻഡ് after that inside curly brackets ഓരോ സെറ്റിനും വേണ്ടിയിട്ടുള്ള വാല്യൂസ് നമ്മൾ ഇൻഡിപെൻഡന്റ് curly ബ്രേസസിനകത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. സോ ഇവിടെ ഇൻസൈഡ് ബ്രാക്കറ്റ് 40, 42, 45, 38, 40, 42, 42, 41, 46. ഇതിനകത്തുള്ള അലൊക്കേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റുഡന്റ് 0 ഡോട്ട് സബ്ജക്ട് 1 will be allocated with 40. Student of 0 of dot subject 2 will be allocated with 42. Student of 0 dot subject 3 will be allocated with 45. I will just write it down in a document. So this is the structure under consideration. Struct marks and structure variables defined is are an array of structures student of 3. അതിനെ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഈസ് 40, 42, 45, 38, 40, 42, 42, 41, 46. So student 0 dot subject 1 will be allocated with 40. Next one 42, then 45. Student of 1 dot subject 1 will be 38. Student of 1 dot subject 2 will be 40. Student of 1 dot subject 3 will be 42. Student of 2 dot subject 1 will be 42. Student of 2 dot subject 2 will be 41. And student of 2 dot subject 3 will be 46. So ഇവിടെ ഇനിഷ്യലൈസേഷൻ ഗ്രൂപ്പ് ഇനിഷ്യലൈസേഷൻ ചെയ്തു കഴിഞ്ഞാൽ how those values are going to be assigned to corresponding member values through the structure variables എന്നുള്ളതാണ് ഇവിടെ ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. This is how the values will be assigned. So that is how group initialization is being done. ഇനി individual initialization നമുക്ക് ചെയ്യാം. Individual initialization ചെയ്യുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമല്ല. If you want to initialize subject 1 student of 0
dot subject 1 to 40. You simply write student of 0 dot subject 1 equal to 40. അതായത് സ്റ്റുഡന്റ് ഓഫ് 0 എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിളിൽ കൂടി സബ്ജക്ട് 1 ആക്സസ് ചെയ്തിട്ട് അതിനാണ് ഞാൻ 40 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റുഡന്റ് ഓഫ് 0 ഡോട്ട് സബ്ജക്ട് 2 is initialized with 42 and it can be continued. ഇങ്ങനെയാണ് ഇൻഡിവിജ്വൽ ഇനിഷ്യലൈസേഷൻ നമ്മൾ ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ ഇനിഷ്യലൈസേഷൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്താണ് എടുത്തു പറയേണ്ട കാര്യമില്ല. ഓരോ പർട്ടിക്കുലർ സ്ട്രക്ചർ വേരിയബിൾ യൂസ് ചെയ്ത് മെമ്പർ വേരിയബിളിനെ ആക്സസ് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ വേരിയബിളിലേക്ക് നമ്മളൊരു വാല്യൂ എന്താണ് ഈക്വൽ ടു ഓപ്പറേറ്റർ അല്ലെങ്കിൽ അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് ഇൻഡിവിജ്വൽ ഇനിഷ്യലൈസേഷൻ. സോ അറേ ഓഫ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്. If you want to define one or two structure variables, that you can do by using struct student s1, s2, s3 അങ്ങനെ ചെയ്യാം. ഒത്തിരി വേരിയബിൾസ് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ then there we can use array of structures. അവിടെ ചെയ്യേണ്ടത് struct space structure name space structure variable structure array name and inside square bracket we specify the structure array size. So ഇവിടെ s100 എന്ന് പറയുന്ന s of 100 എന്ന് പറയുന്ന ഒരു സൈസ് അറേ ആൻഡ് സൈസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് വി ക്യാൻ ആക്സസ് ഫ്രം എസ് ഓഫ് 0 ടു എസ് ഓഫ് 99 സിമിലർ ടു ദാറ്റ് ഓഫ് എൻ അറേ. നെക്സ്റ്റ് ഈസ് അറേസ് വിത്തിൻ സ്ട്രക്ചേഴ്സ്. ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതുവരെ നമ്മൾ ഡിഫൈൻ ചെയ്തുകൊണ്ടിരുന്നത് മെമ്പർ വേരിയബിൾസ് എല്ലാം ഓർഡിനറി വേരിയബിൾസ് ആണ്. ഇവിടെ നമ്മൾ എന്താണ് മെമ്പർ വേരിയബിൾ ആയിട്ട് ഒരു അറേ കൊണ്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത് മാത്രമാണ് ഡിഫറൻസ്. നെക്സ്റ്റ് ഈസ് സ്ട്രക്ചേഴ്സ് വിത്തിൻ സ്ട്രക്ചേഴ്സ്. എന്താണ് ഇഫ് വിത്തിൻ ആൻഡ് if else within if else are called as nested if else statements. Function within function we call it as nested functions. Similarly structures within structures we call it as nested structures. This type of nesting is of structures is permitted in C. For example, നോക്കാം. Here I am defining a structure with the name student. Member variables as admission number, which is of type integer, name, which is a character array of size 30, semester, which is an integer, stream, which is a character array of size 3, and finally, I am defining a member function as address, which is of data type structure. So ഇവിടെ ഇൻഡ് char എന്നൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ ഞാൻ ഒരു ഡേറ്റ ടൈപ്പ് ആയിട്ട് struct address എന്ന് ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ബൈ യൂസിങ് സ്ട്രക്ചർ വേരിയബിൾ ADDR. ആ അഡ്രസ് എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്ത് ഞാൻ ഹൗസ് നെയിം, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് ഈ 4 കേസസ് സ്റ്റോർ ചെയ്യാനുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ സ്ട്രിങ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് പിൻകോഡ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇന്റിജർ വേരിയബിളും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് എ സ്ട്രക്ചർ ഡിഫൈൻഡ് ഇൻസൈഡ് another structure. So this is called as nested structures. ഇവിടെ members admission number at ADMN NO, name, semester and stream can be directly accessed by using structure variable S1. അതായത് ADMN NO, name, semester, stream ഇത് 4 നമുക്ക് S1 എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിൾ യൂസ് ചെയ്ത് ആക്സസ് ചെയ്യാം. അതായത് എക്സാമ്പിൾ s1 dot admn no equal 9987. ഇത് ഒരു മെത്തേഡ് ഓഫ് എന്താണ് ഇനിഷ്യലൈസേഷൻ ആണ്. അതുപോലെ if you want to I am going to enter or save the name others in s1 dot name. So in this case I am using strcpy, that is for string copy. സ്ട്രിംഗ് ഡോട്ട് എച്ച് എന്ന് പറയുന്ന ഹെഡർ ഫയൽസിലുള്ള സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസിൽ strcpy എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് ആദ്യമേ തന്നതുമാണ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഓൺ ഹൗ strcpy വർക്ക്സ്, ഗോ ത്രൂ ദാറ്റ്. സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ s1 ഡോട്ട് നെയിമിലേക്ക് ആദർശ് എന്ന് പറയുന്ന സ്ട്രിങ് സേവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സോ
ഇവിടെ ADMN എന്നോ നെയിം സെമസ്റ്റർ സ്ട്രീം ഈ നാലും നമുക്ക് ആക്സസ് ചെയ്യാൻ വി നീഡ് ഓൺലി ദി എന്താണ് സ്ട്രക്ചർ വേരിയബിൾ S1. പക്ഷേ we have some more variables which are defined inside like house name, street, district, state and pin code. ഇതിനെ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ like members, house name, street, district, state and pin code, if we want to access those things, these can be accessed by using both the structure variables address and S1. അതായത് ഈ 5 വേരിയബിൾസിനെ ആക്സസ് ചെയ്യണമെങ്കിൽ we have to use combination of both the variables S1 and ADDR. Sorry, ഇവിടെ address അല്ല, it is ADDR. Let me correct it. Okay. So house nameലേക്ക് ഞാൻ അല്ലെങ്കിൽ സ്ട്രീറ്റിലേക്ക് ഞാൻ പൈനാവ് എന്ന് പറയുന്ന ക്യാരക്ടർ അറേ അല്ലെങ്കിൽ സ്ട്രിംഗ് എങ്ങനെയാണ് കോപ്പി ചെയ്യുന്നതെന്ന് നോക്കാം. strcpy ഫസ്റ്റ് നമ്മൾ ഏത് വേരിയബിൾ ആണോ യൂസ് ചെയ്യുന്നത് ആ വേരിയബിളിനെ സ്പെസിഫൈ ചെയ്യണം. സോ ഹിയർ street can be accessed as s1.addr.street. അതായത് outer variable dot inner variable dot എന്താണ് the required member variable. That is outer structure variable dot inner structure variable dot the member variable. So ഇതിനകത്ത് ഒരു സ്ട്രക്ചർ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ outer structure variable dot inner structure variable dot the second inner structure variable dot member variable. ആ രീതിയിലായിരിക്കും നമ്മൾ structures within structure ആയി ഡിഫൈൻ ചെയ്തിരിക്കുന്ന member variables നെ ആക്സസ് ചെയ്യും. So in this case the street can be accessed by using s1.addr.street. District can be accessed by s1.addr.district. തിരിച്ച് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് ADDR എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിളിന്റെ സ്കോപ്പ് സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്ത് ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ സ്കോപ്പുള്ള വേരിയബിൾ വിച്ച് ഈസ് S1. S1ന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഈസ് ത്രൂ ഔട്ട് ദിസ് എൻറ്റയർ ഏരിയ, വേറസ് ADDRന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഈ ഇത്രയും ഏരിയയിൽ മാത്രമേ ഉള്ളൂ. സോ ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ള വേരിയബിളിനെ ആദ്യം മെൻഷൻ ചെയ്യണം. ദെൻ യൂസ് ദ ഡോട്ട് ഓപ്പറേറ്റർ, ദെൻ മെൻഷൻ ദി വേരിയബിൾ സ്ട്രക്ചർ വേരിയബിൾ ഹാവ് ദി നെക്സ്റ്റ് ലാർജസ്റ്റ് സ്കോപ്പ് ആൻഡ് ഇറ്റ് ക്യാൻ ഗോ അപ് ടു എനി നമ്പർ ഓഫ് ടൈംസ്. അതായത് സ്ട്രക്ചർ വിത്തിൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ എത്ര സ്ട്രക്ചേഴ്സ് നെസ്റ്റഡ് ആയിട്ട് ചെയ്താലും അതിനനുസരിച്ച് ഔട്ടർ വേരിയബിൾ ഡോട്ട് ഇന്നർ വേരിയബിൾ ഡോട്ട് ആ രീതിയിൽ പോകാം. ആൻഡ് ഫൈനലി ആഫ്റ്റർ ദ ഡോട്ട് ഓപ്പറേറ്റർ യു മെൻഷൻ ദി കറസ്പോണ്ടിങ് മെമ്പർ വേരിയബിൾ. സോ ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന മെമ്പർ വേരിയബിൾ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻ ദിസ് കേസ് യു ഹാവ് ടു യൂസ് s1.addr.district. അങ്ങനെ മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ I have prepared a sample program with this concept structure within structures. I will just show that program. Okay, so this is the program. ഇവിടെ പഴയ ഞാൻ നേരത്തെ എന്താണ് സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്ന അതേ സ്ട്രക്ചേഴ്സ് തന്നെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. And here first I am asking to enter the admission number. Admission number എന്ന് പറയുന്നത് ഞാൻ ആക്സസ് ചെയ്യുന്നത് s1.admn എന്നോ, നെയിം s1.name, semester s1.semester, stream is s1.stream. കാരണം admission number, name, semester and stream can be directly accessed by using the structure variable s1. ഇനി അഡ്രസ് ഡീറ്റെയിൽസ് വരുമ്പോൾ ഹൗസ് നെയിം, സ്ട്രീറ്റ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് ആൻഡ് പിൻകോഡ് ഇത് നമുക്ക് S1 മാത്രം യൂസ് ചെയ്ത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഹിയർ വി ഹാവ് ടു ഗോ ഫോർ s1.addr.house name. സി ഇവിടെ S1 ആണ് ഔട്ടർ വേരിയബിൾ, സോ S1 ഡോട്ട്, then inner structure variable is ADDR, so again ADDR dot, then the corresponding member variable. ഈ രീതിയിൽ മാത്രമേ നമുക്ക് ഇവിടെ addr.house name എന്ന് മാത്രം എഴുതിയാലും it will return an error. I will just show you. If I remove this and if I try to compile, see, I got an error. What is the error? Let us check. Error, ADDR undeclared.
first using this function. That means ADDR എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിളിന്റെ സ്കോപ്പ് സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്തേക്ക് ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് ADDR ആക്സസ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആക്സസ് ചെയ്യണം. That can be accessed by using S1. So here correct way of accessing house name is S1 dot ADDR dot house underscore name. Similarly for street S1 dot ADDR dot street. For district S1 dot ADDR dot district. For state S1 dot ADDR dot state. For pin code S1 dot ADDR dot pin code. ഇത് എത്ര സ്ട്രക്ചേഴ്സ് ഉണ്ടോ അത്രയും ഇന്റേണൽ സ്ട്രക്ചർ വേരിയബിൾസിനെ ഡോട്ട് 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 ഇട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോകണം. സോ നെസ്റ്റിംഗ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയിലത്തേക്ക് വേണമെങ്കിലും നമുക്ക് നെസ്റ്റ് ചെയ്യാം. അതായത് സ്ട്രക്ചർ വിത്തിൻ എ സ്ട്രക്ചർ വിത്തിൻ എ സ്ട്രക്ചർ വിത്തിൻ എ സ്ട്രക്ചർ. അതായത് ഒരു സ്ട്രക്ചറിനകത്ത് വേറൊരെണ്ണം, അതിനകത്ത് വേറൊരെണ്ണം, അതിനകത്ത് വേറൊരെണ്ണം. 4 നെസ്റ്റഡ് സ്ട്രക്ചേഴ്സിനകത്തുള്ള ഒരു മെമ്പർ വേരിയബിളിനെയാണ് ആക്സസ് ചെയ്യണമെങ്കിൽ ഔട്ടർ മോസ്റ്റ് സ്ട്രക്ചറിന്റെ വേരിയബിൾ ഡോട്ട്, തൊട്ട് അടുത്ത ഇന്നർ സ്കോപ്പിലുള്ള വേരിയബിൾ ഡോട്ട്, അതിന്റെ തൊട്ടടുത്ത ഇന്നർ സ്കോപ്പിലുള്ള വേരിയബിൾ ഡോട്ട്, അതിന്റെ തൊട്ട് ഏറ്റവും അകത്തുള്ള ഇന്നർ സ്കോപ്പിലുള്ള സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് ദി കറസ്പോണ്ടിങ് മെമ്പർ വേരിയബിൾ. ആ രീതിയിലായിരിക്കണം നമ്മൾ ആക്സസ് ചെയ്യേണ്ടത്. Now I am printing the details. Let us see what will happen if I compile and run. Enter admission number. I am just writing some random number. Enter name Ashwin Pradeep. Ashwin was one of my former students when I was teaching at some other college. Semester let's say 3. Stream Tripoli. Now address details. Address Nandavanam. Street name Palayam. District Thiruvananthapuram. State Kerala. Pin code 695002. As soon as I hit enter, see the student details of Ashwin Pradeep are admission number, semester and branch, address Nandavanam, Palayam, Thiruvananthapuram, Kerala, pin. This is the output. ഇത് ഈ രീതിയിൽ ഔട്ട്പുട്ട് വരാൻ കാരണം ഞാൻ ആ പർട്ടിക്കുലർ രീതിയിൽ ഔട്ട്പുട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഔട്ട്പുട്ട് ഫോർമാറ്റിംഗ് ചെയ്തിരിക്കുന്നത്. This is just to show you how an internal structure variable and through that the member variable of an internal structure can be accessed. ഈസിയർ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സമയമെടുത്ത് പ്രോഗ്രാം ഒന്ന് അനലൈസ് ചെയ്ത് പഠിച്ച് നോക്കിയാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആണ്. നെക്സ്റ്റ് ഈസ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. നമുക്ക് ഈ ഒരു ടോപ്പിക്കോടുകൂടി സ്ട്രക്ചേഴ്സ് നിർത്താം. സി പ്രോഗ്രാമിംഗ് സപ്പോർട്ട്സ് പാസിംഗ് ഓഫ് സ്ട്രക്ചർ വാല്യൂസ് ആസ് ആർഗ്യുമെന്റ്സ്. അതായത് സ്ട്രക്ചർ വാല്യൂസിനെ ആർഗ്യുമെന്റ്സ് ആയിട്ട് പാസ് ചെയ്യുന്നത് സി സപ്പോർട്ട് ചെയ്യുന്നു. 3 തരത്തിൽ നമുക്ക് സ്ട്രക്ചേഴ്സിനെ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് പാസിംഗ് ഈച്ച് മെമ്പർ ഓഫ് ദി സ്ട്രക്ചർ ആസ് ആക്ച്വൽ ആർഗ്യുമെന്റ് ഓഫ് ദി ഫംഗ്ഷൻ. അതായത് ഓരോ മെമ്പർ ആർഗ്യുമെന്റിനെയും, സേ ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ ഐ എം കോളിംഗ് സം ഫംഗ്ഷൻ ആൻഡ് ഇൻസൈഡ് ബ്രാക്കറ്റ് ഐ എം പാസിംഗ് ആർഗ്യുമെന്റ് ആസ് s1.admn_no, s1.name, s1.semester. അങ്ങനെ ഓരോ ഇൻഡിപെൻഡന്റ് മെമ്പർ വേരിയബിൾസിനെയും നമുക്ക് സ്ട്രക്ചർ വേരിയബിൾ യൂസ് ചെയ്ത് അഡ്രസ് ചെയ്ത് പാസ് ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് വൺ ഈസ് പാസിംഗ് എ കോപ്പി ഓഫ് ദി എൻറ്റയർ സ്ട്രക്ചർ ടു ദി കോൾഡ് ഫംഗ്ഷൻ. അതായത് സ്ട്രക്ചർ ആദ്യത്തെ കേസ് പറഞ്ഞതെന്ന് വെച്ചാൽ ഓരോ മെമ്പർ വേരിയബിളിനെയും ഇൻഡിപെൻഡന്റ് ആയിട്ട് ആക്സസ് ചെയ്ത് അതിനെ ആർഗ്യുമെന്റ്സ് ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കും, ജസ്റ്റ് ലൈക്ക് അവർ നോർമൽ വേരിയബിൾസ്.
Second one is copying the entire structure to the function. Third one is passing a pointer variable of the structure to the function. ഈ മൂന്ന് മെത്തേഡ്സ് ആണ് ജനറലി ഇംപ്ലോയ് ചെയ്യുന്നത്. ഓരോന്നായിട്ട് എന്താണെന്ന് നോക്കാം. ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രോഗ്രാമിംഗ് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ സ്ട്രക്ചേഴ്സ് ആൻഡ് ഫംഗ്ഷനിൽ പോകേണ്ട കാര്യമില്ല. കാരണം ഹാർഡ്ലി ദീസ് തിങ്സ് വിൽ ബി ആസ്ക്ഡ് ഇൻ യുവർ എക്സാം. എന്ന് വെച്ചാൽ ഇത് ചോദിക്കില്ല എന്നല്ല. There might be questions related to structures and functions. Descriptive type questions കാണാം. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അത്രയും ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കുറവാണ്, വളരെ വളരെ കുറവാണ്. ഇനി അഥവാ വന്നാൽ തന്നെ അതിനെക്കാട്ടിയും ഈസി ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് കാണും. സോ ഇത് കുറച്ച് കൺഫ്യൂസിങ് ആവാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് തിയറി മാത്രം പറഞ്ഞു നിർത്തുന്നത്. നെക്സ്റ്റ്, സോ ലെറ്റ് us discuss in detail. First one is passing each member of the structure as actual argument of the function. ഏറ്റവും എലമെന്ററി ആയിട്ടുള്ള മെത്തേഡാണ്. ഓരോ ആർഗ്യുമെന്റും ഓരോ ഓർഡിനറി വേരിയബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടും. ഫോർ എക്സാമ്പിൾ, if I have a structure like this and if I have defined s1, s2, two structure variables. Okay, array ഒന്നും ഡിഫൈൻ ചെയ്യുന്നില്ല. If I have a function 1, then I can pass the arguments as s1 dot subject 1 comma s1 dot subject 2 comma s1 dot subject 3 comma s2 dot subject 1 comma and so on. ഇങ്ങനെ നമുക്കൊരു ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെന്റ് ഡിഫൈൻ ചെയ്യാം. Correspondingly, you can define the function 1 as data type space function 1 inside bracket. Then ഇവിടെ എല്ലാം integers ആണ്. So I can define it as int a comma അല്ലെങ്കിൽ int st1 s1 underscore s1 comma int st2 underscore s2 comma st1 underscore s2 comma int st1 underscore s3 comma int st2 underscore s1 comma and so on. Then you can write the body, write the return statement. That's it. ഈ രീതിയിലാണ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നതിനാണ് ആദ്യത്തെ കേസിൽ പറയുന്നത്. That is passing each member of structure as actual argument of the function. അതായത് ഓരോ മെമ്പേഴ്സിനെയും ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ എടുത്ത് പാസ് ചെയ്ത് കൊടുക്കും. സോ ഇതിപ്പോ ഇവിടെ ഞാൻ 2 സ്ട്രക്ചർ വേരിയബിൾസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ, അതിലോ 3 മെമ്പർ വേരിയബിൾസ്. സോ ടോട്ടൽ വേരിയബിൾസ് വി ക്യാൻ ആക്സസ് ആർ 2 into 3, that is 6. സോ നമുക്ക് 6 വേരിയബിൾസ് ഇങ്ങനെ കോമ ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കാൻ കുഴപ്പമില്ല. 6 വേരിയബിൾസിനെ നമുക്ക് ഫംഗ്ഷൻ ഡെഫിനിഷനകത്തായും എഴുതാം, നോ പ്രോബ്ലം. ബട്ട് വാട്ട് വിൽ ഹാപ്പൻ ഇഫ് size of the structure becomes large? അതായത് മെമ്പർ വേരിയബിൾസ് കൂടുകയോ അല്ലെങ്കിൽ സ്ട്രക്ചറിന്റെ തന്നെ സൈസ്, അതായത് സ്ട്രക്ചർ വേരിയബിൾസിന്റെ എണ്ണം കൂടുകയോ, അതായത് അറേ ഓഫ് സ്ട്രക്ചേഴ്സ് ഡിഫൈൻ ചെയ്യുകയോ ചെയ്താൽ ഈ മെത്തേഡ് എന്ന് പറയുന്നത് വിൽ ബിക്കം അൺഇമാജിനബിൾ ആൻഡ് ഇൻഎഫിഷ്യന്റ്. അതായത് നമ്മൾ 100 പേരുടെ ഡേറ്റ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 100 എണ്ണം, 3 സബ്ജക്റ്റ് വീതം 300 എണ്ണം കോമ എന്ന് വിളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ 100% ഉറപ്പാണ് എത്ര വലിയ പ്രോഗ്രാമർ ആയാലും some errors will creep in. So thus it is highly inefficient method. ഇത് ഓക്കെ ആണ് if നമ്മുടെ സ്ട്രക്ചർ വേരിയബിൾസ് വളരെ ലിമിറ്റഡ് ആണ്, 1 or 2 ഉള്ളൂ. മെമ്പർ വേരിയബിൾസും വളരെ ലിമിറ്റഡ് ആണ്, 1 or 2 ഉള്ളൂ എന്നുണ്ടെങ്കിൽ we can do it
by using passing each member of the structure as actual argument of the function. Next one is passing the copy of an entire structure to the called function. ഇവിടെ വേറൊന്നുമല്ല ചെയ്യുന്നത്. General format is like this: function name inside bracket structure variable name. അതായത് instead of this we use function 1 of s1. വേറെ ഏതെങ്കിലും ലൈനിലാണെങ്കിൽ function 1 of s2. Next one, function 3 of s1 comma s2. Like this also we can pass the structure. So the structure as a whole can be passed as arguments. But the thing you need to remember is when we passed arrays as arguments, array function like pass cheyumbol it was called by reference by default. But in case of structure, unless otherwise specified, the function call statement will be of called by value. അതായത് സാധാരണ രീതിയിൽ ഇങ്ങനെ s1, s2 എന്നുള്ള ആണ് നിങ്ങൾ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ it will be by default called by value. Function works on the copy of the structure passed as an argument. അതായത് നമ്മൾ s1 എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ വേരിയബിൾ പാസ് ചെയ്ത് കൊടുത്താൽ a copy of the structure variable will be passed to the formal argument, same as that of our call by value method. So അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ if there are any changes in the structure members of the called function, അതായത് നമ്മുടെ ഫംഗ്ഷൻ ഡെഫിനിഷൻ അകത്തുള്ള സ്ട്രക്ചർ മെമ്പേഴ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ that will not be reflected back to our original structure. Same issue with that of call by value. അതുകൊണ്ടാണ് പറഞ്ഞത് സ്ട്രക്ചർ വേരിയബിൾ അതുപോലെ നമ്മൾ പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ it will be called by value. So call by value ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഇവിടെയും വരും. അതായത് ഫോർമൽ പാരാമീറ്റർ ആയിട്ട് ഉള്ള സ്ട്രക്ചറും ആക്ച്വൽ പാരാമീറ്റർ ആയിട്ടുള്ള സ്ട്രക്ചറും രണ്ടും രണ്ട് അഡ്രസ്സിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഫോർമൽ പാരാമീറ്ററിൽ നിങ്ങൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ, അതായത് ഫംഗ്ഷൻ ഡെഫിനിഷൻ അകത്തുള്ള സ്ട്രക്ചറിൽ വേരിയബിൾസ് വെച്ചിട്ട് എന്ത് ചേഞ്ചസ് വരുത്തിയാലും അത് നമ്മുടെ ഫംഗ്ഷൻ കോളിംഗ് സ്റ്റേറ്റ്മെന്റിലുള്ള, അതായത് ഇനിഷ്യൽ കോളിംഗ് സ്റ്റേറ്റ്മെന്റിലുള്ള സ്ട്രക്ചറിലേക്ക് റിഫ്ലക്ട് ചെയ്യില്ല. ദാറ്റ് ഈസ് എ ഇഷ്യൂ. ദിസ് ഈസ് ദി ജനറൽ ഫോർമാറ്റ് ഫോർ ദി ഫംഗ്ഷൻ ഡെഫിനിഷൻ ആസ്. സോ നെക്സ്റ്റ് മെത്തേഡ് ഈസ് പാസിംഗ് ദി പോയിന്റർ വേരിയബിൾ ഓഫ് സ്ട്രക്ചർ ടു ദി ഫംഗ്ഷൻ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് അഡ്രസ് ലൊക്കേഷൻ ഓഫ് ദി സ്ട്രക്ചർ ഈസ് ബീയിങ് പാസ്ഡ്. അതായത് സ്ട്രക്ചറിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ലൊക്കേഷൻ ആയിരിക്കും നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. So that functions can indirectly access the original structure. എന്താണ് അഡ്രസ് ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ അഡ്രസ് ലൊക്കേഷൻ വെച്ചിട്ട് ഫംഗ്ഷൻ ആ സ്ട്രക്ചർ വേരിയബിൾസിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ നമ്മൾ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഇഫക്റ്റീവ് ആയിട്ട് ഫംഗ്ഷൻ ആക്സസ് ചെയ്യുന്നത് നമ്മുടെ ഒറിജിനൽ സ്ട്രക്ചറിനെ തന്നെ ആയിരിക്കും. സോ ദിസ് മെത്തേഡ് ഈസ് കൺസിഡർഡ് ആസ് മോസ്റ്റ് എഫിഷ്യന്റ് മെത്തേഡ്, which is much more efficient compared to the second method and far better compared to the first method. So that is all about structures and functions. നിങ്ങൾ ഈ എന്തൊക്കെ മെത്തേഡ്സ് ആണ് ഇംപ്ലൂവ് ചെയ്തിരിക്കുന്നത്, അത് ഏതൊക്കെയാണെന്നുള്ളത് മാത്രം നോക്കി വെക്കുക. എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻസ് എല്ലാം നോക്കുക. നമുക്കിതിന്റെ എന്താണ് അടുത്ത ഹയർ സ്റ്റേജസ്, അതായത് ഇതിന്റെ കറസ്പോണ്ടിങ് പ്രോഗ്രാമിലോട്ടൊക്കെ പോകുന്നതെന്നുള്ളത് ഇറ്റ് വിൽ ബി സ്ലൈറ്റ്ലി കൺഫ്യൂസിങ് ഫോർ യു. അതുകൊണ്ട് തന്നെ ഞാനത് പിന്നീട് നമുക്ക് സമയവും സൗകര്യവും ഉണ്ടെന്നുണ്ടെങ്കിൽ സമാധാനപരമായി പിന്നീട് ഒരു ക്ലാസ്സിൽ ഒരു ഫംഗ്ഷനിലേക്ക് സ്ട്രക്ചർ എങ്ങനെ പാസ് ചെയ്യുന്നുള്ളതിന്റെ ഇത് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഫോർ ദ ടൈം ബീയിങ് നമുക്കത് സ്കിപ്പ് ചെയ്യാം. സോ ഇതോടുകൂടി സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കും കൺക്ലൂഡ് ചെയ്യുകയാണ്. സോ നമ്മുടെ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സിൽ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ടൈപ്പ് ഡെഫും എന്യൂമറേഷനും പഠിച്ചു.
സെക്കൻഡ് ക്ലാസ്സിൽ സ്ട്രക്ചേഴ്സ് ബേസിക്സ് എല്ലാം നോക്കി. സോ സ്ട്രക്ചേഴ്സിന്റെ നെക്സ്റ്റ് സെഷൻ ഈ ക്ലാസ്സിലും കഴിയും. സോ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. ഞാൻ പറഞ്ഞു, ശരിക്കും അവസാനിക്കുന്നില്ല. സ്ട്രക്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ, ഒരു പ്രോഗ്രാം കോഡ് കൂടെ പറഞ്ഞാൽ ഇത് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആകത്തുള്ളൂ. ബട്ട് ഐ ആം സ്കിപ്പിംഗ് ദാറ്റ് ഫോർ നൗ, ദാറ്റ് വി ക്യാൻ ഡിസ്കസ് ലേറ്റർ. സാധാരണ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്ത് ഫംഗ്ഷൻ കോൾ ഒന്നും നിങ്ങൾക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടില്ല. അത് വിൽ ബി കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഹയർ ലെവൽ ഓഫ് പ്രോഗ്രാമിംഗിലേക്ക് പോകും. അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതൊന്നും നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത ഇല്ല. പക്ഷെ എന്നാലും ഞാനത് ഡിസ്കസ് ചെയ്യാം, ദി ടൈം പെർമിറ്റ്സ്. സോ വി ക്യാൻ സ്കിപ്പ് ദാറ്റ് ആസ് ഓഫ്. സോ അപ്പാർട്ട് ഫ്രോം ദാറ്റ്, ദി പോർഷൻ ഓഫ് സ്ട്രക്ചേഴ്സ് ഈസ് നൗ കംപ്ലീറ്റ്. ഇനിയുള്ളത് നമുക്ക് യൂണിയൻ ആണ്. യൂണിയൻ എന്ന് പറയുന്ന ഒരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ഉണ്ട്. അതൊരു ചെറിയൊരു ടോപ്പിക്കാണ്. That we can discuss in the next class. So that's all for today. Thank you very much. See you later. Bye bye.